പ്രിയപ്പെട്ടവരെ, സുഖപ്രദമായ അവസ്ഥയിൽ ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായി വിശ്രമിക്കാൻ അനുവദിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ധ്യാനമല്ല. നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന, എന്നാൽ നമ്മൾ ബോധപൂർവം അറിയാത്ത ഒരു ശക്തിയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് നമ്മുടെ ഉപബോധമനസ്സ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 95% കാര്യങ്ങൾക്കും പിന്നിൽ ഉപബോധമനസ്സാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ, ശീലങ്ങൾ, വികാരങ്ങൾ, ഭയങ്ങൾ ഇവയെല്ലാം ഉപബോധമനസ്സിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാകുന്നത്. ചെറുപ്പത്തിൽ നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ, കേട്ട വാക്കുകൾ, കണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉപബോധമനസ്സിൽ ഒരു പ്രോഗ്രാം പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാകും. എന്നാൽ പലപ്പോഴും പഴയതും പരിമിതികളുള്ളതുമായ ചില പ്രോഗ്രാമുകൾ നമ്മുടെ വിജയത്തെയും സന്തോഷത്തെയും തടസ്സപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പഴയ പ്രോഗ്രാമുകൾ മാറ്റി പുതിയതും പോസിറ്റീവായതുമായ പ്രോഗ്രാമുകൾ സ്ഥാപിക്കാൻ പോകുന്നു. ഇതിനെയാണ് ഉപബോധമനസ്സ് പുനഃക്രമീകരണം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. പതിയെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരാൻ ശ്രദ്ധിക്കുക. കൈകൾ മടിയിൽ വെക്കുകയോ ശരീരത്തിന്റെ വശങ്ങളിൽ വെക്കുകയോ ചെയ്യാം. ഏറ്റവും സുഖപ്രദമായ ഒരു നില സ്വീകരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസം നെഞ്ചും വയറും നിറയ്ക്കുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും അയഞ്ഞു പോകുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അറിയുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ വിശ്രമിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ കാൽവിരലുകളിലേക്ക് കൊണ്ടുവരിക. അവ പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കുക. ഈ വിശ്രമം പതിയെ പാദങ്ങളിലേക്കും കണങ്കാലുകളിലേക്കും കാൽമുട്ടുകളിലേക്കും വ്യാപിക്കുന്നത് അനുഭവിക്കുക. കാലുകൾ പൂർണ്ണമായും അയഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അയവ് നിങ്ങളുടെ തുടകളിലൂടെ, ഇടുപ്പിലൂടെ, നടുഭാഗത്തിലൂടെ, വയറിലൂടെ, നെഞ്ചിലൂടെ കടന്നുപോകുന്നു. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികളും അയഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നടുവ്, വയർ, നെഞ്ച് എന്നിവ ശ്വാസത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ കൈകളിലേക്ക് കൊണ്ടുവരിക. വിരലുകൾ, കൈത്തണ്ട, കൈമുട്ടുകൾ, ചുമലുകൾ എല്ലാം അയഞ്ഞു പോയിരിക്കുന്നു. കഴുത്ത്, താടി, ചുണ്ടുകൾ, കൺപോളകൾ, നെറ്റി, മുഖത്തെ എല്ലാ പേശികളും ശാന്തമായി. നിങ്ങളുടെ തലച്ചോർ പൂർണ്ണ വിശ്രമത്തിലാണ്. നിങ്ങളുടെ ശരീരം മുഴുവൻ ആഴത്തിലുള്ള വിശ്രമത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മനോഹരമായ സ്ഥലം സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഉപബോധമനസ്സാണ്. ഇത് നിങ്ങളുടെ വീടിനുള്ളിലെ ഒരു മുറിയോ ഒരു പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ മനോഹരമായ ഒരു പൂന്തോട്ടമോ ആകാം. ഈ സ്ഥലം
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തുക. ഇവിടെ ശുദ്ധവായു, മനോഹരമായ കാഴ്ചകൾ, ശാന്തമായ അന്തരീക്ഷം എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയാണ്. നിങ്ങൾ ഈ സ്ഥലത്തിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ സ്ഥലത്തിന്റെ ഓരോ കോണും നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ മുറിയിൽ നിങ്ങൾ ഒരു വലിയ മേശ കാണുന്നു. ഈ മേശയിൽ ഇപ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ നിലവിലുള്ള വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ചില പുസ്തകങ്ങളുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, എനിക്ക് സാമ്പത്തികമായി വിജയിക്കാൻ കഴിയില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ എഴുതിയിട്ടുള്ള പഴയ പുസ്തകങ്ങളായിരിക്കാം അവ. നിങ്ങൾ ഈ പഴയ പുസ്തകങ്ങൾ ഓരോന്നായി എടുത്ത് മേശയുടെ താഴെ ഒരു കൂടയിലേക്ക് ഇടുക. അവയെ മാറ്റുക. നിങ്ങൾക്കിനി ഈ പഴയ ചിന്തകൾ ആവശ്യമില്ല. ഈ ചിന്തകൾക്ക് നന്ദി പറയുക, കാരണം അവ നിങ്ങളെ ഇതുവരെ നയിച്ചു. എന്നാൽ ഇപ്പോൾ അവയെ ഉപേക്ഷിക്കാൻ സമയമായി. ഇപ്പോൾ മേശയിൽ പുതിയതും തിളക്കമുള്ളതുമായ പുസ്തകങ്ങൾ സങ്കൽപ്പിക്കുക. നല്ല ഗോൾഡൻ നിറമുള്ള അതിമനോഹരമായ പുസ്തകങ്ങൾ ആണത്. അതിന്റെ താളുകൾ വളരെ മൃദുലവും ആകർഷകവുമാണ്. ഈ പുസ്തകങ്ങളിൽ നിങ്ങളുടെ പുതിയ പോസിറ്റീവായ വിശ്വാസങ്ങൾ എഴുതിയിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാൻ കഴിയും, ഞാൻ ശക്തനും കഴിവുള്ളവനുമാണ് എന്നിങ്ങനെയുള്ള വാക്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ പുതിയ പുസ്തകങ്ങൾ എടുത്ത് നിങ്ങളുടെ മനസ്സിലെ അലമാരയിൽ വളരെ ഭംഗിയായി വെക്കുക. നിങ്ങൾ ഈ പുസ്തകങ്ങൾ തുറന്ന് വായിക്കുന്നത് സങ്കൽപ്പിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ ആഴത്തിൽ പതിക്കുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉപബോധമനസ്സിലേക്ക് പതിപ്പിക്കുക. ഈ വാക്കുകൾ നിങ്ങൾ അലമാരയിൽ വെച്ച പുസ്തകങ്ങളിലെ വാചകങ്ങളാണ്. എന്റെ മനസ്സ് അതിവേഗം കാര്യങ്ങൾ പഠിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ മിടുക്കനാകുന്നു. എന്റെ ഉള്ളിൽ അനന്തമായ ശക്തിയുണ്ട്. എനിക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും. ഞാൻ ആകർഷിക്കുന്നതെല്ലാം സമ്പത്തും സമൃദ്ധിയുമാണ്. ധനം എന്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. എന്റെ ആരോഗ്യം ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുന്നു. എന്റെ ശരീരം പൂർണ്ണമായും ആരോഗ്യമുള്ളതാകുന്നു. എന്റെ ബന്ധങ്ങൾ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ്. ഞാൻ സ്നേഹിക്കാൻ യോഗ്യനാണ്, സ്നേഹം എന്നെ തേടിയെത്തുന്നു. ഞാൻ എന്റെ എല്ലാ തീരുമാനങ്ങളെയും വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും ശരിയായ വഴികൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. എനിക്ക് വിജയിക്കാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്.
എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ കൈവരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്റെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ്. ഓരോ നിമിഷവും ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ ഉപബോധമനസ്സ് എപ്പോഴും എന്നെ ഏറ്റവും ഉചിതമായ വഴികളിലേക്ക് നയിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അലമാരയിൽ ഈ പുസ്തകങ്ങൾ തിളക്കത്തോടെ പ്രകാശിക്കുന്നത് കാണുക. നിങ്ങൾ ഇപ്പോൾ ശാന്തമായ സ്ഥലത്ത് നിൽക്കുന്നു. ഈ പുതിയ ചിന്തകളും വിശ്വാസങ്ങളും നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന്, ഈ പുനഃക്രമീകരണത്തിനുള്ള അവസരത്തിന്, ഈ നിമിഷത്തിന് എല്ലാം നന്ദി പറയുക. നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ ശക്തിയുണ്ട്. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ നെഞ്ച് ഉയരുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കൈവിരലുകളും കാൽവിരലുകളും പതിയെ ചലിപ്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് ബോധം തിരികെ കൊണ്ടുവരിക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ശബ്ദങ്ങൾ തിരിച്ചറിയുക. ചുറ്റുമുള്ള അന്തരീക്ഷം അറിയുക. കണ്ണുകൾ തുറക്കാൻ തയ്യാറാകുമ്പോൾ പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. പുതിയ ഊർജവും ശുഭാപ്തിവിശ്വാസവും സമാധാനവും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉപബോധമനസ്സിനെ മാറ്റിയെടുക്കുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. ഒരു പൂന്തോട്ടം പരിപാലിക്കുന്നതുപോലെയാണ് ഇത്. ദിവസവും വെള്ളമൊഴിക്കുമ്പോഴും കളകൾ പറിച്ചുമാറ്റുമ്പോഴുമാണ് ചെടികൾ വളർന്നു പൂക്കൾ നൽകുന്നത്. അതുപോലെ ദിവസവും ഈ ധ്യാനം പരിശീലിക്കുമ്പോൾ ഈ പുതിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നു. നിങ്ങളുടെ മനസ്സ് ഈ പോസിറ്റീവ് ചിന്തകളുമായി താതാത്മ്യം പ്രാപിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക.
എല്ലാ ദിവസവും നിങ്ങളുടെ ഉപബോധമനസ്സിനെ പോസിറ്റീവായി പുനഃക്രമീകരിക്കാൻ ഈ സമയം കണ്ടെത്തുക. മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായതെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനങ്ങളാണ്. ഈ നിമിഷം നിങ്ങൾക്കായി കണ്ടെത്തിയതിന് നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയട്ടെ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.